ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ആണ് മേജർ രവിയുടെ ഉള്ളത്. ചൈന ഭാഷ പറയുന്നോടാ. ഒന്ന്, മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞു തന്നത്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. പിന്നെ രണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ആണി വരുമ്പോ അവരെന്താ പറഞ്ഞു? അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണ് അല്ലേ? ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെ ഹോബി. കഥ കണ്ടു വായിച്ചു. ഞാനൊരു എഴുത്തുകാരനാണ്. നീ ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും. പടം കാണലാണ് മുഖ്യം. അത് വിട്ടേക്ക്. രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി, പടം നന്നല്ല എന്ന് പറഞ്ഞു തോന്നുന്നു. ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വീട്ടിൽ പറയുള്ളൂ തെണ്ടി. ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ് ടെക്നിക്കലി ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. ചുമ്മാതല്ല ഒരിക്കൽ ചീത്തയായ പിള്ളേരാരും പിന്നീട് നന്നാവത്തത്. അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു? അന്ന് പറയില്ല. കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട, ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യേണ്ട. പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം സാർ ഏത് സ്റ്റേഷനിലെയാ? മൂലമുടി സ്റ്റേഷനിലെയാണോ? അങ്ങനെ ഇന്ന സ്റ്റേഷനിൽ ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. പടം കണ്ടു ഇത്. പിന്നെ ഞാനെങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ പടം കൊള്ളൂല എന്നുള്ളത്? സത്യം സത്യം സത്യം. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറ. ഓക്കെ. അല്ല, ഇതിലേ ഇപ്പം മേജർ ഇത് മോഹൻലാലിന്റെ ഒരു പ്രീതി നേടാൻ വേണ്ടി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision to arrange the marriage at the earliest. മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല. 94 മാർച്ച് 13 തൊട്ടുള്ള ബന്ധമാണത്. അത് പടം ചെയ്താലും ഇല്ലെങ്കിൽ അത് അവിടെ നിൽക്കും. അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ നിൽക്കും. ഒത്തീർപ്പെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒത്തു വന്നാൽ നിന്നെ വഹിക്കും. ലാലും വേണോ വേണ്ടെന്നുള്ളതില്ല. ലാല് മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട്. കാരണം എനിക്ക് കിഡ്ചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ രവിയാക്കിയത് മോഹൻലാലാണ്. അതിന് ഈ ആന്റണി പെരുമ്പാവൂർ ആരും പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് RB ചോദ്യ സാറാണ്. അത് എനിക്ക് രണ്ടുപേരുടെ കടപ്പാടുള്ളൂ. അത് ഞാൻ എപ്പോഴും ചെയ്തിരിക്കും. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് സാർ. സോ ഐ എം നോട്ട് ബോതർഡ് ഹൂ സേസ് വാട്ട്. ഇനി വഖഫിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. മോഹൻലാൽ പടം കണ്ടിരുന്നു. ഇപ്പോഴും അത് എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. മേജർ അത് ക്ലിയർ ആവുന്നില്ല. ആ ചോദ്യത്തിന് അത് ക്ലിയർ ആവുന്നില്ല. ഞാൻ എന്താ പറയുന്നറിയോ? ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല. നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്തവർക്ക് എഗൻസ്റ്റ് എന്നുള്ളതല്ല, സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ. അതിൻ്റെ എല്ലാം ഇന്നിപ്പോൾ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നു. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഇത് നീ തന്നെയാ? നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ ചെറുതല്ലേ? അപ്പോൾ അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറയാം. പടം കൊള്ളൂല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ചേച്ചി അതും വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ മോൻ്റെ പടം കൊള്ളൂല എന്ന് മേജർ റിവ്യൂ. എവിടെ പറഞ്ഞു? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പറ. സത്യത്തിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കൂടെ പറയാ, ഏതെങ്കിലും പറയാ. ഇന്നും നിങ്ങൾക്ക് ആനി പെരുമ്പാറിൻ്റെ അടുത്ത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? പടം കണ്ടോ ഇല്ല എന്നുള്ളത്, പ്രിവ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത്? ഇല്ല. എന്നാലും ഇതൊരു കടുങ്കൈ തന്നെ. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനല്ലേ ഇവരിട്ട് പന്താടുന്നത്. അപ്പൊ എന്നെ കുറ്റം പറയണ്ട. ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. ഞാൻ മോഹൻലാലിനെ ആരെങ്കിലും ചളിവേറ്റിത്തേക്കാണ് എനിക്ക് ആരെയും പെർമിഷൻ വേണ്ട. അത് കഴിഞ്ഞ് മോഹൻലാലിന്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു. മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ചങ്കന്നെയാണ്. മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി, അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ഞാൻ വരട്ടെ. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം.